ഓക്കെ, അപ്പൊ 3x പ്ലസ് 2y മൈനസ് 1 ഈ ലെസ് ദാൻ 0 എന്ന് പറയുന്ന ഒരു ലൈൻ നമ്മൾ എക്സ് വൈ പ്ലെയിനിൽ വരയ്ക്കുക. അതിന്റെ ഏതെങ്കിലും ഒരു സൈഡിൽ, ഏത് സൈഡാണ് ഇതിന്റെ സൊല്യൂഷൻ സെറ്റ് എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. ഇതിപ്പോ എക്സ് വൈ പ്ലെയിൻ എന്ന് പറയുന്നതിനെ ഈ ലൈൻ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. അതില് റൈറ്റ് സൈഡാണോ ലെഫ്റ്റ് സൈഡാണോ നമ്മളുടെ സൊല്യൂഷൻ സെറ്റ് എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. അതിന് ചെയ്യേണ്ടത് ഏതെങ്കിലും ഒരു സൈഡിലെ ഒരു പോയിന്റ് നമ്മൾ എടുക്കുക. ഇപ്പം ഈ ലൈനിന്റെ ഇടതുവശത്തെ പോയിന്റ് എന്ന് പറയുന്നതാണ് 0 0 എന്ന് പറയുന്നത് ഈ ലൈനിന് ഇടതുവശത്ത് കിടക്കുന്ന ഒരു പോയിന്റ് ആണ്. അപ്പൊ ആ പോയിന്റ് ഈ ഇക്വേഷനകത്ത് ഇട്ട് കഴിഞ്ഞാൽ 3 into 0 plus 2 into 0 minus 1. സോ -1 എന്ന് പറയുന്ന വാല്യൂ ഒബ്വിയസ്ലി ലെസ് ദാൻ 0 ആണ് എന്ന് പറഞ്ഞാൽ അത് ഈ ഇക്വേഷനെ സാറ്റിസ്ഫൈ ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഈ 0 0 ഉള്ള സ്ഥലമാണ് നമ്മളുടെ സൊല്യൂഷൻ സെറ്റ് എന്ന് പറയുന്നത്. ഇനി ഈ ഇപ്പുറത്തെ സൈഡിലെ ഒരു പോയിന്റ് എടുത്ത് നോക്കിയോ. ഇത് 1 എന്നാണ് നമ്മൾ എടുത്തിരുന്നത്. 1 1 എന്ന് പറയുന്ന പോയിന്റ്, ഈ പോയിന്റ് ഏകദേശം 1 1 ആണ്. 1 1 എന്ന് പറയുന്നത് ഈ ലൈനിന്റെ വലതുവശത്ത് കിടക്കുന്ന പോയിന്റ് ആണ്. ആ പോയിന്റ് നിങ്ങൾ എടുത്തിട്ട് ഈ 3x പ്ലസ് 2y മൈനസ് 1 എന്ന് പറയുന്നിടത്ത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ, വാല്യൂ കൊടുത്താൽ 3 into 1 പ്ലസ് 2 into 1 മൈനസ് 1 എന്ന് പറഞ്ഞാൽ 3 2 5 4 ഇത് ലെസ് ദാൻ 0 അല്ല. അപ്പൊ ഈ 1 1 എന്ന് പറയുന്ന പോയിന്റ് ഇതിന്റെ സൊല്യൂഷൻ ആയിട്ട് വരികയില്ല. ഇവിടെ എക്സിനും വൈക്കും നമ്മൾ വാല്യൂ കൊടുക്കുമ്പോൾ അത് അതിന്റെ എക്സ്പ്രഷൻ ലെസ് ദാൻ 0 ആയിട്ട് തന്നെ നമുക്ക് കിട്ടണം. അങ്ങനെയാണെങ്കിലേ സൊല്യൂഷൻ ആണെന്ന് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ഈ ലൈനിന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഈ ഇതിന്റെ ലെഫ്റ്റ് സൈഡ് ആണ്. അതാണ് നമ്മൾ മുമ്പേ ഇതിൽ കാണിച്ചായിരുന്നു. 3 ഇതാണ് ഇവിടെ ഈ നീല കളറിൽ കാണുന്ന അതിന്റെ സൊല്യൂഷൻ ആണ്. ഈ സൈഡ് മുഴുവൻ അതിന്റെ സൊല്യൂഷൻ ആണ്. 0 കൂടി അല്ല പോകുന്ന കേട്ടോ. അത് ഇത് അടുപ്പിച്ച് കാണുന്നതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നതാണ്. ഓക്കെ, പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ് നമുക്ക് ഇക്വേഷൻ വന്നു കഴിയുമ്പോൾ ഞാൻ പറഞ്ഞ 4 തരത്തിലുള്ള എക്സ്പ്രഷൻസ് ആണ് നമുക്ക് ഉണ്ടാവുക. 3x പ്ലസ് 2y മൈനസ് 1 ലെസ് ദാൻ 0 ആകാം, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആകാം, ഗ്രേറ്റർ ദാൻ 0 ആകാം, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആകാം. ഞാൻ ഒരേ എക്സ്പ്രഷനിൽ തന്നെ പറയുകയാണ്. അപ്പൊ 3x പ്ലസ് 2y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആണെങ്കിൽ നമ്മൾ ഈ ലൈൻ ഇങ്ങനെ കൃത്യമായിട്ട് ലൈനായിട്ട് തന്നെ വരയ്ക്കും. കാരണം ഈ ലൈനിലെ പോയിന്റുകളും അതിന്റെ സൊല്യൂഷനകത്ത് വരുന്നുണ്ട്. അതേസമയം ലെസ് ദാൻ 0 എന്നാണ് വരുന്നതെങ്കിൽ നമ്മൾ ഇതിങ്ങനെ ഡോട്ടഡ് ആയിട്ടാണ് വരയ്ക്കുന്നത്. ലെസ് ദാൻ 0യ്ക്കും ഗ്രേറ്റർ ദാൻ 0യ്ക്കും അതുപോലെയാണ്. കാരണം ആ ലൈനിലെ പോയിന്റുകൾ ആ സൊല്യൂഷൻ സെറ്റിൽ ഇല്ല. ഇത് ലെസ് ദാൻ ഇത് 3x പ്ലസ് 2y മൈനസ് 1 ലെസ് ദാൻ 0യുടെ സൊല്യൂഷൻ ആണ്. ഈ ലൈൻസ് ഇങ്ങനെ ഡോട്ടഡ് ആയിട്ടാണ് കാണുന്നത്. ലൈനിനെ നമ്മൾ ഡോട്ടഡ് ലൈൻ ആയിട്ടാണ് വരയ്ക്കുക. അതേസമയം അത് 3x പ്ലസ് 2y മൈനസ് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആകുമ്പോൾ നമ്മൾ ഈ ലൈൻ ക്ലിയർ ആയിട്ട് തന്നെ വരയ്ക്കും. ഇനി ഇത് 3x പ്ലസ് 2y മൈനസ് 1 ഗ്രേറ്റർ ദാൻ 0 എന്നായിരുന്നെങ്കിൽ ഇനിക്വാളിറ്റി തിരിഞ്ഞു വരുമ്പോൾ ഇപ്പുറത്തെ സൈഡ് ആവും അതിന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ഗ്രേറ്റർ ദാൻ 0 എന്ന് പറയുമ്പോൾ ഡോട്ടഡ് ലൈൻസ് ആയിട്ടാണ് നമ്മൾ ആ ലൈൻ വരയ്ക്കുക. അതുപോലെ 3x പ്ലസ് 2y മൈനസ് 1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആകുമ്പോൾ ഈ ലൈൻ ക്ലിയർ ആയിട്ട് ഇങ്ങനെ ലൈൻ ആയിട്ട് തന്നെ വരയ്ക്കുന്നു, ഡോട്ടഡ് ആയിട്ടല്ല. ഗ്രേറ്റർ ദാൻ 0 എന്ന് പറയുമ്പോൾ വലത്ത് വശമാണ് നമുക്ക് സൊല്യൂഷൻ ആയിട്ട് വരുന്നത്. ലെസ് ദാൻ 0 ആകുമ്പോൾ നമുക്ക് ഇടതുവശമാണ് സൊല്യൂഷൻ ആയിട്ട് വരിക. അപ്പൊ അത് ഒരു കാര്യം നമ്മൾ ഓർക്കേണ്ടതാണ്. Then
അപ്പൊ അത്രയും കാര്യങ്ങൾ മാത്രമേ അവിടെ ഉള്ളൂ, ശ്രദ്ധിക്കേണ്ടതുള്ളൂ. ഓക്കെ. സോ ഇനി നമ്മള് ഗ്രാഫ് വരയ്ക്കുന്നു. വേറെ അതിനകത്ത് പ്രത്യേകിച്ചൊന്നുമില്ല. ഡ്രോ ദ ഗ്രാഫ് ഓഫ്, ആദ്യമേ സിംഗിൾ ഗ്രാഫുകൾ വരയ്ക്കുക. എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവായ എക്സ് പോസിറ്റീവ് ആണ് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടുള്ള ഈ ലൈനിനെ വലതുവശത്തേക്കുള്ള y ആക്സിസിന്റെ വലതുവശത്തേക്കുള്ള പോയിന്റുകളെല്ലാം ഇൻക്ലൂഡിങ് ദ ലൈൻ, ഇത് ഈ ലൈൻ, അതാണ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറയുന്നത്. ഈ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഈ എക്സ്, ഈ ലൈൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആകുമ്പോൾ ഈ ലൈൻ ഇൻക്ലൂഡഡ് ആണ്. നീല കളറിൽ കാണുന്ന എല്ലാ സൊല്യൂഷൻസ് ആണ്. y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ ഇത് y ആക്സിസിന് പോസിറ്റീവ് വൈയിലേക്കുള്ളതെല്ലാം, എക്സ് ആക്സിസിന് മുകളിൽ ആണ് y പോസിറ്റീവ് എന്ന് പറയുന്ന വാല്യൂസ് വരുന്നത്, ഇൻക്ലൂഡിങ് ദാറ്റ് വൺ. ഇനി y ഗ്രേറ്റർ ദാൻ 0 എന്ന് മാത്രമാണ് തരുന്നതെന്ന് വിചാരിക്കുക. y ഗ്രേറ്റർ ദാൻ 0 ഡോട്ടഡ് ലൈൻസ് ആയിട്ട് വരും. അപ്പൊ അങ്ങനെയാണ് സൊല്യൂഷൻസ് നമ്മൾ വരയ്ക്കുക. ഇനി 2 3 എക്സ്പ്രഷൻസ് വന്നു കഴിയുമ്പോൾ എന്ത് ചെയ്യും? സോൾവ്, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ solve graphically. (3x plus 2y minus 6 less than or equal to 0, x greater than or equal to 0, y greater than or equal to 0. 3 ഇൻഇക്വാളിറ്റീസ് ഉണ്ട്. ഈ 3 ഇൻഇക്വാളിറ്റീസ് നമ്മൾ ഒരു ഗ്രാഫിൽ തന്നെ വരച്ച് കാണിക്കേണ്ടതാണ്. ആദ്യം എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് വരുന്ന എല്ലാ പോയിന്റ്സുമാണ്. ഈ ലൈനിന് വലതുവശത്തേക്ക് പോകുന്ന എല്ലാ പോയിന്റും. y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ ഈ എക്സ് ആക്സിസിന് മുകളിലേക്ക് വരുന്ന എല്ലാ പോയിന്റും ഉണ്ട്. ആക്ച്വലി എക്സും വൈയും പോസിറ്റീവ് എന്ന് പറയുമ്പോൾ അത് റെസ്ട്രിക്റ്റഡ് ടു ദ ഫസ്റ്റ് ക്വാഡ്രന്റ് ആണ്. ഈ ഫസ്റ്റ് ക്വാഡ്രന്റിൽ റെസ്ട്രിക്റ്റഡ് ആണ്. ഇനിയുള്ളത് ഈ ലൈൻ കണ്ടുപിടിക്കണം. 3x plus 2y minus 6 equal to 0. അപ്പൊ ഏതെങ്കിലും 2 പോയിന്റ് കണ്ടുപിടിച്ചാൽ മതി. ആദ്യം എക്സ് 0 കൊടുക്കുക. എക്സ് 0 ആകുമ്പോൾ 2y minus 6 equal to 0 എന്ന് പറഞ്ഞു കഴിയുമ്പോൾ 2y equal to 6, y equal to 3. Then y 0 കൊടുക്കുക. y 0 ആകുമ്പോൾ 3x minus 6 equal to 0, x equal to 2. അപ്പൊ 0 3 1 2 3 0 3 എന്ന് പറയുന്ന പോയിന്റ് ഇതാണ്. ദെൻ 1 2 2 0 എന്ന് പറയുന്ന പോയിന്റ് ഇതാണ്. അപ്പൊ ലൈൻ ഇങ്ങനെ അങ്ങനെയായി. ഓക്കെ, ഇതിലെ കൂടെ പോകുന്നതെന്ന് വിചാരിച്ചോ. അപ്പൊ ഈ എക്സ് ആക്സിസിന് ഇങ്ങോട്ട് ലൈൻസ് വരണം. എക്സ് ഗ്രേറ്റർ ദാൻ 0 എന്ന് പറയുമ്പോൾ ഇതെല്ലാമാണ്. y ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞാൽ ഈ മുകളിലേക്കുള്ള പോയിന്റുകളെല്ലാമാണ്. പിന്നെ 3x plus 2y minus 6 less than or equal to 0. ഈ ലൈൻ 3x plus 2y minus 6 less than or equal to 0 എന്ന് പറയുമ്പോൾ അതിന്റെ സൊല്യൂഷൻ ഏതാണെന്ന് നോക്കണം. അപ്പൊ ഇവിടെ ഒരു പോയിന്റ് 0 0 ഉണ്ടെങ്കിൽ ഈ 0 0 ഇട്ട് കഴിയുമ്പോൾ ഇത് എക്സ് 0 y 0 മൈനസ് 6. മൈനസ് 6 എന്ന് പറയുന്ന 0യേക്കാൾ ചെറുതാണ്. ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ലൈനിന്റെ ഇടതുവശത്തേക്കായിരിക്കും സൊല്യൂഷൻ വരിക. ഈ ലൈനിന്റെ ഇടതുവശത്തേക്ക്. അപ്പൊ ഇതെല്ലാം കൂടെ സാറ്റിസ്ഫൈ ചെയ്യുന്ന പോർഷൻ എന്ന് പറയുന്നത് ഇതാണ്. ഇത്രയും പോർഷൻ ആണ് ഈ 3 കാര്യങ്ങളും സാറ്റിസ്ഫൈ ചെയ്യുന്നത്. എക്സ് പോസിറ്റീവ് ആകണം, y പോസിറ്റീവ് ആകണം, 3x plus 2y minus 6
ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആകണം. അപ്പൊ ഈ 3 കേസും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഈ ഒരു സ്ഥലത്ത് കിടക്കുന്ന പോയിന്റുകൾ മാത്രമായിരിക്കും. അപ്പൊ ഇതാണ് അതിന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ സൊല്യൂഷൻ ഗ്രാഫിക്കലി കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പൊ അത് ഇതിനകത്തൊരു എക്സാമ്പിൾ ഉണ്ട്. 3x plus 2y minus 6 less than or equal to 0 എന്ന് പറയുന്ന ലൈൻ. Then x greater than or equal to 0 വന്നു. ഇതാണ് x greater than or equal to 0. Then y greater than or equal to 0. അപ്പൊ ഇതിന്റെ സൊല്യൂഷൻ സെറ്റ് എന്ന് പറയുന്നത് ഈ 3 ലൈൻസിന്റെയും സൊല്യൂഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഈ ഒരു ട്രയാങ്കിൾ, അതാണ് ഇതിന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ ആ ട്രയാങ്കിൾ നമ്മൾ ഷെയ്ഡ് ചെയ്ത് കാണിക്കുവാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് അങ്ങനെയാണ് നമ്മൾ ചെയ്യുക. ഓക്കെ, വേറെ ഒരെണ്ണം വരച്ചാല് another one, x plus y greater than or equal to 5 and x minus y less than or equal to 3. ആദ്യം x plus y equal to 5 എന്ന് പറയുന്ന ലൈൻ വരയ്ക്കുക. x 0 ആകുമ്പോൾ y 5 ആണ്, y 0 ആകുമ്പോൾ x 5 ആണ്. ഉടനെ നമ്മളിവിടെ ഗ്രാഫ് വരച്ചു. 1 2 3 4 5 1 2 3 4 5 0 5 5 0. അപ്പൊ ഇതാണ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 5. പക്ഷെ നമ്മുടെ ഇൻഇക്വാളിറ്റി എക്സ് പ്ലസ് വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 5 എന്നാണ്. അപ്പൊ ഇതിന്റെ സൊല്യൂഷൻ എവിടെയാണ്? 0 0 എന്ന് പറയുന്ന പോയിന്റ് ഇതിനകത്ത് ഇട്ടാൽ 0 പ്ലസ് 0 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 5 അല്ല. 0 എക്സിന് 0 വൈ 0 കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഇൻഇക്വാളിറ്റി സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു അതായത് 0 0 ഉള്ള സൈഡ് അല്ല അതിന്റെ സൊല്യൂഷൻ, അതിന്റെ ഇപ്പുറത്തെ സൈഡാണ്, അതിന് നേരെ ഓപ്പോസിറ്റ് വരുന്ന സൈഡാണ്. അപ്പൊ ഇങ്ങനെ ഒരു ആരോ കൊടുത്താൽ മതിയാവും. മൊത്തം നിങ്ങൾ ഷെയ്ഡ് ചെയ്തൊന്നും ഇപ്പൊ വെക്കണ്ട. ഇനി അടുത്ത ലൈൻ എക്സ് മൈനസ് വൈ ലൈൻ എന്ന് പറയുന്നത് എക്സ് മൈനസ് വൈ ഈക്വൽ ടു 3 ആണ്. അപ്പൊ അതിന്റെ പോയിന്റ് കണ്ടുപിടിച്ച് കഴിയുമ്പോഴത്തേനും എന്ത് വരും? എക്സ് 0 കൊടുക്കുമ്പോ എക്സ് y minus 3 ആണ്. y 0 കൊടുത്തു കഴിയുമ്പോൾ x 3 കിട്ടും. അപ്പോൾ x 0 minus 3 0 minus 3 എന്ന് പറയുമ്പോൾ 1 2 3 ഇവിടെയാണ് വരുന്നത്. minus 3 then 3. അപ്പൊ ഇങ്ങനെയാണ് ലൈൻ പോവുക. ഇതാണ് എക്സ് മൈനസ് വൈ ഈക്വൽ ടു 3. അപ്പൊ ഈ ലൈനിനും ഇപ്പുറത്തെ ഒരു സൈഡ് ഉണ്ട്, ഇവിടെ ഒരു സൈഡ് ഉണ്ട്. ഇതിൽ ഏതാണ് സൊല്യൂഷൻ എന്നുള്ളത് നോക്കുക. നമ്മൾ ഏതെങ്കിലും ഒരു പോയിന്റ് കണ്ടുപിടിക്കുക. ഈ ലൈനിന്റെ ഇപ്പുറത്ത് കിടക്കുന്ന ഒരു പോയിന്റ് ആണ് ഇതാരായിരുന്നു? 5 0. 5 0 എന്ന് പറയുന്ന പോയിന്റ് ഇതിനകത്ത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ 5 minus 0 x minus 3 x minus y less than or equal to 3 എന്നാണ് ഇക്വേഷൻ. അപ്പൊ 5 0 എന്ന് പറയുന്ന പോയിന്റ് നമ്മൾ ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഇത് സൊല്യൂഷൻ അല്ല. അപ്പൊ അതിന് ഈ 5 0 കിടക്കുന്നതിന് നേരെ ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡാണ് അതിന്റെ സൊല്യൂഷൻ സെറ്റ്, ഇങ്ങോട്ട് വരും. അപ്പൊ ഈ ലൈനിന്റെ ഇടതുവശത്തേക്ക് ഈ ഭാഗത്തേക്കാണ് സൊല്യൂഷൻ വരിക. ഈ ലൈനിന്റെ ഈ സൈഡിലേക്കാണ് സൊല്യൂഷൻ വരിക. അപ്പൊ ഇതാണ് ഇതിന്റെ സൊല്യൂഷൻ സെറ്റ് എന്ന് പറയുന്നത്. ഈ ലൈനിന്റെ ഈ ഭാഗത്തേക്കുള്ള പാർട്ടും ഈ ലൈനിന്റെ ഇങ്ങോട്ടുള്ള പാർട്ടും കൂടെ വരുമ്പോൾ ഇത്രയും ഭാഗം, ഈ പ്രദേശം മുഴുവനാണ് ഈ ഇൻഇക്വാളിറ്റിയുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത്.
വേറൊരു ഒരു പ്രോബ്ലം ഇൻഇക്വാളിറ്റി x minus 2y less than or equal to 3, then 3x plus 4y greater than or equal to 12, x greater than or equal to 0, y greater than or equal to 1. അതിന്റെ സൊല്യൂഷൻ നോക്കിയാൽ നമ്മൾ algebra നോക്കിയാൽ x minus 2y less than or equal to 3, x minus 2y less than or equal to 3 എന്ന് പറഞ്ഞാൽ ലൈൻ ഇങ്ങനെയാണ് വരിക. അതിന്റെ സൊല്യൂഷൻ സൈഡ് എന്ന് പറയുന്നത് ഇതായിരിക്കും. Then 3x plus 4y greater than or equal to 12. ആ ലൈൻ ഇതാണ്. അപ്പൊ ആ ലൈനിന്റെയും വലതുവശത്താണ് സൊല്യൂഷൻ വരിക. Then you have x greater than or equal to 0 എന്ന് പറഞ്ഞാൽ ഈ ഭാഗമാണ്. ഈ കൈ പോകുന്ന കാണാമെന്ന് വിചാരിക്കുന്നു. x പോസിറ്റീവ് ആയ സ്ഥലം. Then y greater than or equal to 1. y equal to 1 എന്ന് പറയുന്നത് ഈ ലൈനാണ്. അതിന് മുകളിലേക്കുള്ള പാർട്ട്. സോ ഏറ്റവും ഈ ഭാഗമാണ് ഇതുണ്ട് ഇങ്ങനെ കിടക്കുന്ന ഈ ഭാഗമാണ് അതിന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓരോ ലൈനും സെപ്പറേറ്റ് കണ്ട് നോക്കുക. ഇപ്പൊ ആദ്യം മുതൽ ചെയ്യണമെങ്കിൽ ഇപ്പൊ y greater than or equal to 1 എന്ന് പറഞ്ഞാൽ ഇതാണ്. x greater than or equal to 0 എന്ന് പറഞ്ഞാൽ ഈ പാർട്ടാണ്. 3x plus 4y greater than or equal to 12 എന്ന് പറയുന്നതിന്റെ സൊല്യൂഷൻ ഈ ഭാഗമാണ്. x minus 2y less than or equal to 3 എന്ന് പറഞ്ഞാൽ അതാണ്. അപ്പൊ എല്ലാം കൂടെ വരുമ്പോ ഈ കൈ പോകുന്ന ഭാഗം ഈ ലൈനിന്റെ ഇവിടം വരെ, അത് കഴിഞ്ഞ് ഇങ്ങോട്ട്, പിന്നെ ഇവിടെ, പിന്നെ ഇങ്ങനെ. അപ്പൊ ഈ ഡാർക്കൻ ചെയ്ത് കാണുന്ന ഏറ്റവും ഡാർക്കർ ആയിട്ട് കാണുന്ന ഈ ഭാഗമാണ് അതിന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അതിനകത്ത് ഏത് പോയിന്റ് എടുത്താലും ഈ 4 ഇൻഇക്വാളിറ്റീസും സാറ്റിസ്ഫൈഡ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇതിന്റെ സൊല്യൂഷൻസ് കാണുക. ഞാൻ 2-3 ക്വസ്റ്റ്യൻസ് തരാം, നിങ്ങൾ അതൊന്ന് ചെയ്ത് നോക്കുക. ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത്, മനസ്സിലാവുന്നുണ്ടോ എന്നുള്ളത് പറയുക. ഓക്കെ.